നമസ്കാരം. ചിങ്ങമാസം പിറക്കുവാൻ ഇനി വെറും 6 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. 6 ദിവസം കൂടി ബാക്കിയുണ്ടല്ലോ എന്ന് കരുതി ഇനിയും മാറ്റിവെക്കേണ്ടതായ കാര്യങ്ങളല്ല ഇന്ന് പരാമർശിക്കാൻ പോകുന്നത്. ചിങ്ങമാസം എന്ന് പറയുന്നത് സമൃദ്ധിയുടെ ഒരു പര്യായം തന്നെയാണ്. നിറപുത്തരിയും നെൽക്കതിരും ഓണവും ചിങ്ങമാസത്തിൻ്റെ പ്രത്യേകത തന്നെയാണ്. ഇതുകൊണ്ട് തന്നെയാണ് ചിങ്ങമാസത്തെ സമൃദ്ധിയുടെ, അതായത് സമ്പൽ സമൃദ്ധിയുടെ പ്രതീകമായി കണക്കാക്കുന്നത്. ചിങ്ങമാസത്തിൽ ഒരു കുടുംബിനി നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമാണ് കർക്കിടകക്കെടുതിയെ വീട്ടിൽ നിന്നും പുറത്തു കളയുക എന്നുള്ളത്. അതായത് കർക്കിടക മാസത്തിലെ അവസാന ദിവസം സന്ധ്യയ്ക്കാണ് ഇത്തരം കർക്കിടകത്തിലെ നെഗറ്റീവ് ഊർജങ്ങളെയെല്ലാം നമ്മൾ പുറത്തു കളയേണ്ടത്. പിന്നീട് പിറ്റേ ദിവസം 1-ാം തീയതിയാണ് നമ്മൾ നിലവിളക്കും നിറദീപവുമായി ചിങ്ങമാസ പുലരിയെ വരവേൽക്കുന്നത്. ഗ്രാമപ്രദേശങ്ങളിൽ ഇന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. അതായത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ചിങ്ങമാസം പിറക്കുന്നതിൻ്റെ തലേ ദിവസം, അതായത് കർക്കിടകത്തിൻ്റെ അവസാന ദിവസം, വീട്ടിലുള്ള അശ്രീകരമായ വസ്തുക്കളെല്ലാം പുറത്തെടുത്തു കളഞ്ഞ് ചാണകവെള്ളം കൊണ്ട് തളിച്ച് ശുദ്ധി വരുത്തണം എന്നുള്ളതാണ്. പിറ്റേ ദിവസം ഇപ്പോൾ പറഞ്ഞ പോലെ ചിങ്ങമാസത്തെ സന്തോഷത്തോടുകൂടി വരവേൽക്കുന്നതാണ്. ഇപ്പോൾ പറഞ്ഞത് പഴയ രീതിയിലുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ ഉള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിലും, അതായത് ചാണകവെള്ളം തെളിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ലെങ്കിലും, ഇനി പറയാൻ പോകുന്ന 5 വസ്തുക്കൾ വീട്ടിൽ നിന്നും പുറത്തു കളയേണ്ടതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിങ്ങമാസം വളരെയധികം ഐശ്വര്യവും സന്തോഷവും കുടുംബത്തിലേക്ക് വന്നു ചേരുന്നതാണ്. ചിങ്ങമാസം 1-ാം തീയതി എന്ന് പറയുന്നത് പുതുവർഷമായിട്ടാണ് കണക്കാക്കുന്നത്, അതായത് കൊല്ലവർഷം ആരംഭിക്കുന്നത്. അതിനാൽ ഇനി പരാമർശിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ വീട്ടിൽ ആചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ശുഭകരം തന്നെയാണ്. നിങ്ങളുടെ വീട് പോസിറ്റീവ് എനർജി കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ്. ഇതിൽ ചിങ്ങമാസം 1-ാം തീയതിക്ക് മുൻപായി നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 1-ാമത്തെ കാര്യമെന്ന് പറയുന്നത് വീടുകളിലുള്ള മാറാല തൂത്തുതുടച്ച് വൃത്തിയാക്കി കളയുക എന്നുള്ളതാണ്. വീടിൻ്റെ സർവൈശ്വര്യത്തിന് കോട്ടം വരുത്തുന്ന ഒരു വസ്തു തന്നെയാണ് ഈ മാറാല എന്ന് പറയുന്നത്. വീട്ടിൽ മാറാല തൂങ്ങിക്കിടക്കുന്നത് പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ മാത്രമല്ല, അത് എപ്പോഴും ഒരു ഐശ്വര്യക്കേട് തന്നെയാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സർവ്വ ഐശ്വര്യം മാത്രമല്ല, വീടിൻ്റെ ഭംഗി കൂടി കുറച്ച് വർദ്ധിക്കുന്നുണ്ട്. കല്ലും മണ്ണും കൊണ്ടാണ് നാം വീട് നിർമ്മിക്കുന്നത് എങ്കിൽ കൂടിയും ഭവനങ്ങൾക്ക് ജീവനുണ്ട് എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. അതിനാൽ ജഡതുല്യമായ ഇത്തരം മാലിന്യങ്ങളെല്ലാം വീട്ടിൽ നിന്നും നീക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. അതിനാൽ തന്നെ നിങ്ങളുടെ വീടിൻ്റെ മുക്കിലും മൂലയിലുമുള്ള എല്ലാ മാറാലയും നിങ്ങൾ ചിങ്ങമാസം 1-ാം തീയതിക്ക് മുൻപായി തീർച്ചയായും നിർബന്ധമായും കളയേണ്ടതാണ്. വീടിനെ നിങ്ങൾ പരിപാലിക്കുകയാണെങ്കിൽ വീട് തിരിച്ചും നിങ്ങളെ പരിപാലിക്കുന്നതാണ്. അതായത് സർവ്വ ഐശ്വര്യവും നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതാണ്. ഇതിന് വിപരീതമായെല്ലാം പ്രവർത്തിക്കുന്ന ആളുകളുമുണ്ട്. അവർക്കെന്നും പരാജയം തന്നെയായിരിക്കും ഫലം. ഇനി 2-ാമതായി പറയപ്പെടുന്ന കാര്യം തുളസിച്ചെടിയെ സംബന്ധിച്ചുള്ളതാണ്. ചിങ്ങമാസത്തിൽ സർവ്വ ഐശ്വര്യ പ്രദാനം ചെയ്യുന്ന ഒരു വസ്തു തന്നെയാണ് തുളസിച്ചെടി എന്ന് പറയുന്നത്. അതിനാൽ ഈ കാലഘട്ടത്തിൽ തുളസിച്ചെടിയെ നന്നായി പരിപാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യം ഫലമായി ലഭിക്കും. നിങ്ങളൊരു തുളസിച്ചെടി വളരെ ആത്മാർത്ഥതയോടെ പരിപാലിച്ച് വളർത്തിക്കൊണ്ടുവന്നു എന്നിരിക്കട്ടെ. പിന്നീട് അതിനുശേഷം അതിനെ പരിപാലിക്കാതെ ഇരുന്നാൽ നിങ്ങളുടെ കുടുംബത്തിന് തന്നെ ദൈവദോഷം ഏൽക്കുന്നതാണ്. തുളസിച്ചെടി വെറും ഒരു ചെടിയല്ല, ഒരു ദൈവികതയുള്ള ചെടി തന്നെയാണ്. വാസ്തുശാസ്ത്രപ്രകാരവും ഈ തുളസിച്ചെടിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. കൂടാതെ സസ്യഗണത്തിൽ നോക്കുകയാണെങ്കിലും ഏറ്റവും ശക്തിയുള്ള ഔഷധ സസ്യം തന്നെയാണ് തുളസിച്ചെടി എന്ന് പറയുന്നത്. ദൈവസാന്നിധ്യമുള്ള, ഏറ്റവും കൂടുതൽ ദൈവസാന്നിധ്യമുള്ള ഒരു ചെടിയുണ്ടെങ്കിൽ അത് തുളസിച്ചെടി മാത്രമാണ്. അത്തരമൊരു ചെടിയെ നിങ്ങൾ വീട്ടിൽ നട്ട് പരിപാലിച്ചുകൊണ്ടിരുന്ന് പിന്നീട് പരിപാലിക്കാതെയായാൽ അത് ദൈവനിന്ദയ്ക്ക് തുല്യമാണ്.
അതുകൊണ്ടൊരിക്കലും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു തെറ്റായ പ്രവൃത്തി ഉണ്ടാകുവാൻ പാടുള്ളതല്ല. ഇനി നിങ്ങൾ ചിങ്ങമാസത്തിൽ ചെയ്യേണ്ട കാര്യം എന്തെന്നാൽ, തുളസി തറയിലാണെങ്കിലും അല്ല നിലത്താണെങ്കിലും ആ ചെടി നിൽക്കുന്ന ചുവട്ടിലുള്ള മണ്ണ് ഇളക്കിയിടുക. തുടർന്ന് അതിനു ചുറ്റും കളകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പറിച്ചു കളഞ്ഞ് വൃത്തിയാക്കി ഇടുക. കൂടാതെ അതിലെ ഉണങ്ങിയ ഇലകളെല്ലാം, മുരടിച്ച ഇലകളെല്ലാം പറിച്ചു മാറ്റുന്നതും ശുഭകരം തന്നെയാണ്. എന്നാൽ പകുതിയിലധികം ഉണങ്ങിയ തുളസിച്ചെടിയാണെങ്കിൽ ആ തുളസിച്ചെടി കടയോടെ പിഴുതുമാറ്റി പുതിയ ആരോഗ്യമുള്ള ഒരു ചെടി വെച്ചു പിടിപ്പിക്കുന്നതും വളരെ ഉത്തമമാണ്. മഴക്കാലമായതുകൊണ്ട് തന്നെ വെറും 3 ദിവസം കൊണ്ട് തുളസിച്ചെടിയുടെ വേര് മണ്ണിലൂന്നുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ചിങ്ങമാസം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് തുളസിച്ചെടി വളർന്നു കിട്ടുന്നതാണ്. ഇതോടുകൂടി മഹാലക്ഷ്മിയുടെ ഇരിപ്പിടം നമ്മൾ ശുദ്ധമാക്കി കഴിഞ്ഞു. അതായത് തുളസിച്ചെടിയെ നമ്മൾ ശുദ്ധീകരിച്ചിരിക്കുന്നു. ഇനി മൂന്നാമതായി പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത് വീട്ടിലുള്ള ദൈവങ്ങളുടെ ഫോട്ടോയും വിഗ്രഹങ്ങളും മറ്റ് പൂജാസാധനങ്ങളും വൃത്തിയാക്കി വയ്ക്കുക എന്നുള്ളതാണ്. ഇവിടെ പൂജാസാധനങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലവിളക്ക്, കിണ്ടി മുതലായ കാര്യങ്ങളും പിന്നെ പൂജാമുറിയെയുമാണ്. നമ്മൾ ഇത്തരം സാധനങ്ങളെല്ലാം മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് ചിങ്ങമാസത്തിൽ കൂടുതൽ വൃത്തിയാക്കേണ്ടത് നിർബന്ധമാണ്. ഈ പൂജാമുറി വൃത്തിയാക്കുന്ന കാര്യം എന്നും ആളുകൾ ചെയ്യുന്നതാണ്. എങ്കിൽ കൂടിയും ചിങ്ങമാസം പിറക്കുന്ന സമയത്ത് പൂജാമുറി ഒന്നുകൂടി കൂടുതൽ വൃത്തിയാക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. എല്ലാവിധ അഴുക്കുകളും നീക്കം ചെയ്ത് ശുദ്ധിയാക്കേണ്ടതാണ്. അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചവെള്ളത്തിൽ കലക്കി അതുകൊണ്ട് പൂജാമുറിയുടെ മുക്കും മൂലയും തുടച്ച് വൃത്തിയാക്കുക. ഇത് ഏറ്റവും ഉത്തമമാണ്. അതോടുകൂടി മാലിന്യമുക്തമായി തീരുന്നതാണ് നിങ്ങളുടെ പൂജാമുറി. ഇനി നിലവിളക്കിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് വാളൻപുളി ഉപയോഗിച്ച് വൃത്തിയാക്കുന്നതാണ്. വാളൻപുളി കൊണ്ട് ക്ലാവ് ഒരു തരി പോലും ഇല്ലാത്ത അവസ്ഥയിലെത്തിക്കണം. കണ്ണാടി പോലെ മിനുക്കിയെടുക്കണം എന്നുകൂടി പറയാം. ഈ നിലവിളക്ക് നിങ്ങൾക്ക് എത്രത്തോളം തേച്ചു മിനുക്കി ശുദ്ധമാക്കി എടുക്കുവാൻ സാധിക്കുന്നുവോ അത്രയ്ക്കും ഐശ്വര്യമാണ് നിങ്ങളുടെ കുടുംബത്തിന് വന്നുഭവിക്കുവാൻ പോകുന്നത്. ഇനി ദൈവങ്ങളുടെ ഫോട്ടോകൾ വൃത്തിയാക്കുമ്പോൾ നനഞ്ഞ തുണി കൊണ്ട് വൃത്തിയാക്കുക. വിഗ്രഹമാണെങ്കിൽ ഉണങ്ങിയ തുണി കൊണ്ട് തന്നെ തുടച്ച് വൃത്തിയാക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് മൂന്നാമതായി നിങ്ങൾ വീട്ടിൽ ചെയ്യേണ്ടത്. ഇനി വീട്ടിൽ നിന്നും നിങ്ങൾ ഒഴിവാക്കേണ്ട, അതായത് കർക്കിടകത്തിൻ്റെ അവസാനം ചിങ്ങമാസത്തിൻ്റെ ആദ്യം നിങ്ങളുടെ വീട്ടിൽ നിന്നും ഒഴിവാക്കേണ്ട ആ 5 വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ആദ്യത്തെ വസ്തു എന്ന് പറയുന്നത് നിങ്ങൾ ഉപയോഗശൂന്യമാക്കിയ ചൂലാണ്. ഉപയോഗശൂന്യമായ ചൂല് കർക്കിടക മാസം അവസാനത്തോടുകൂടി, അതായത് ചിങ്ങമാസത്തിന് മുൻപായി വീട്ടിൽ നിന്നും ഒഴിവാക്കേണ്ടതിൻ്റെ കാരണം എന്തെന്നാൽ, വീട്ടിലെ മാലിന്യമെല്ലാം തൂത്ത് ആ ചൂല് എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ വിപരീത സാന്നിധ്യമായിട്ടുള്ള, വിപരീത ശക്തിയായിട്ടുള്ള ചേട്ടഭഗവതിയുടെ പ്രതീകമാണ്. അതിനാൽ തന്നെ ചിങ്ങമാസം ആരംഭിക്കുന്നതിന് മുൻപായി ഇത്തരത്തിലുള്ള ചൂല് മാറ്റി പുതിയ ചൂല്, അതായത് ഉപയോഗശൂന്യമായ ചൂല് മാറ്റി പുതിയ ചൂല് വാങ്ങിച്ചു വയ്ക്കേണ്ടതാണ്. ഇനി അടുത്തതായി പറയുന്നത് പൊട്ടിയ വസ്തുക്കൾ വീട്ടിൽ നിന്നും മാറ്റണം എന്നുള്ളതാണ്. പൊട്ടിയ പാത്രങ്ങൾ, പൊട്ടിയ ദൈവങ്ങളുടെ ഫോട്ടോകൾ, പൊട്ടിയ കണ്ണാടികൾ, ചലനം നിലച്ച ഘടികാരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വീട്ടിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യേണ്ടത് ചിങ്ങമാസം പിറക്കുന്നതിൻ്റെ തലേ ദിവസം, അതായത് കർക്കിടകത്തിൻ്റെ അവസാന നാളിലാണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കർക്കിടകത്തിലെ അവസാന സന്ധ്യയിൽ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്ത് ചാണകവെള്ളം കൂടി തെളിച്ചു കഴിഞ്ഞാൽ വീട് പരിപൂർണ ശുദ്ധിയായി. ഇനി ചാണകവെള്ളം തെളിക്കുവാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തുളസിയില ഇട്ടുകൊണ്ട് പുണ്യാഹമുണ്ടാക്കി ആ പുണ്യാഹ ജലം തെളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയി പുണ്യാഹം വാങ്ങിച്ച് അത് കൊണ്ടുവന്ന് തെളിക്കാവുന്നതാണ്. ഇങ്ങനെയെല്ലാം ചെയ്യുകയാണെങ്കിൽ ഈ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങൾക്ക് 1 വർഷം വരെ നീണ്ടു നിൽക്കുന്നതാണ്. ചിങ്ങമാസം ആരംഭിക്കുന്നതിന് മുൻപായി തന്നെ, അതായത് ഇപ്പോൾ തന്നെ നിങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾക്കുള്ള കാര്യങ്ങൾ തുടങ്ങി വയ്ക്കേണ്ടതാണ്.
ഏവർക്കും നല്ലൊരു ചിങ്ങമാസം ഉണ്ടാകട്ടെ എന്നും നല്ലൊരു പുതുവർഷം ഉണ്ടാകട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.